നമുക്കെല്ലാവർക്കും അറിയാം വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സമയം, അവിടുത്തെ മനുഷ്യർക്കുണ്ടായ നഷ്ടങ്ങൾ, അവരുടെ വേദനയൊക്കെ നമുക്കറിയാം. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഓൺലൈനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ആ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് തകർന്ന വ്യക്തിക്ക് കെട്ടിട നികുതി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നൊരു വാർത്ത വരികയാണ്. സ്വാഭാവികമായും ആ വാർത്ത കാണുമ്പോൾ ആദ്യ മിനിറ്റിൽ തന്നെ ആളുകൾ സർക്കാരിനെ ചീത്ത വിളിക്കും. ഒരു സംശയം വേണ്ട. കാരണം അത്തരം ദുരന്തം അതിജീവിച്ച അല്ലെങ്കിൽ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ആളുകളോട് കെട്ടിട നികുതി അടയ്ക്കാൻ പറയുന്നു എന്ന് പറയുമ്പോൾ ആദ്യ ചീത്തവിളി വരുന്നത് സർക്കാരിനാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാർ അല്ല അവിടെ നോട്ടീസ് നൽകുന്നത്, പഞ്ചായത്താണ്. എന്നാൽ പഞ്ചായത്ത് എന്ന വാക്ക് തലക്കെട്ടിൽ ഒരിടത്ത് പോലും വരാതിരിക്കാനുള്ള വലിയ ജാഗ്രത മാധ്യമങ്ങൾ കാണിച്ചു എന്നതാണ് വസ്തുത. എന്തുകൊണ്ടാണ് ആ ജാഗ്രത അവർ കാണിച്ചത്? അത് മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗാണ്, UDF ആണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ജാഗ്രത കാണിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. മേഘ, വിലങ്ങാട് പഞ്ചായത്ത് അല്ലേ, വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് തകർന്ന വ്യക്തിക്ക് കെട്ടിട നികുതി അടയ്ക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വലിയ വിവാദമായിരിക്കുകയാണ്. കണ്ണിച്ചോരയില്ലാത്ത നടപടിയാണ് ഉണ്ടായത്. പക്ഷേ ഈ വാർത്ത വരുമ്പോൾ ഒരിടത്തും ലീഗാണ്, UDF ആണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന പരാമർശം കാണുന്നതേയില്ല. മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണ്. മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വാണിമേൽ പഞ്ചായത്താണ് ഇത്തരത്തിൽ ദുരന്ത ബാധിതനായ ഒരു വ്യക്തിക്ക് കെട്ടിട നികുതി അടയ്ക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയത്. അത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇത്തരത്തിൽ വിചിത്രമായൊരു നോട്ടീസ് നൽകിയത്. നമ്മൾ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയതാണ്. അതായത് ആ സോണി എന്ന വ്യക്തി, ആ സ്വദേശം എന്നത് പ്രദേശത്തിൻ്റെ പേര് പനച്ചീൽ എന്നതാണ്. മഞ്ഞച്ചീളി നിവാസിയാണ്. ആ പ്രദേശത്ത് മഞ്ഞച്ചീളി പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ എടുത്ത പ്രദേശമാണ്. ആ സ്ഥലത്ത് ഒരു കല്ല് പോലും അവശേഷിക്കുന്നില്ല. അവിടെ വീടുണ്ടായിരുന്നു എന്ന് ഒരു പക്ഷേ സോണി നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണിച്ചു തരികയാണ്. ഇവിടെയാണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത് എന്ന്. അത് ഇന്നലെ നമ്മൾ എടുത്ത ദൃശ്യമാണ്. ആ ദൃശ്യങ്ങളിൽ പോലും അവിടെ വീട് കാണാനില്ല. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട്, വീട് മാത്രമല്ല ഇതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ജൂലൈ 30 ഉരുൾപൊട്ടലിൽ ഈ സോണിക്ക് നഷ്ടമായിരുന്നു. ആ പ്രദേശത്ത് വീടുണ്ടായിരുന്നു എന്ന് സോണി കാണിച്ചു തരേണ്ട സാഹചര്യമാണ്. നിലവിൽ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടക്കുന്നു. നിലവിലൊരു വാടക വീട്ടിലാണ് സോണി താമസിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ നിലവിൽ കത്ത് സോണിക്ക് ലഭിച്ചിരിക്കുന്നത്. കെട്ടിട നികുതി അടയ്ക്കണം എന്നതാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് സോണിക്ക് നൽകിയ ഈ നികുതി നോട്ടീസ്. ഏതായാലും അത് ഏത് തരത്തിലാണ് അത്തരത്തിലൊരു നോട്ടീസ് വന്നത് എന്ന് നമ്മൾ പഞ്ചായത്തിനോട് തിരക്കുമ്പോൾ ഈ സോണിയുടെ പേര് ലിസ്റ്റിൽ ഇല്ല എന്ന വിചിത്രവാദമാണ് പഞ്ചായത്ത് പറയുന്നത്. മനഃപൂർവ്വം, അതായത് ഇത്തരത്തിൽ വിലങ്ങാട് ഉരുൾപൊട്ടൽ എന്നത് ഈ പഞ്ചായത്തിന് സ്വന്തം അധികാര പരിധിയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ചോ അതിൽ ഇരകളായ മനുഷ്യരെ കുറിച്ചോ വലിയ ധാരണയൊന്നുമില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കില്ലല്ലോ. സോണിയുടെ പേര് ലിസ്റ്റിലില്ല എന്ന് അവർ പറയില്ലല്ലോ. മനു, അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. കാരണം പഞ്ചായത്ത് പ്രസിഡന്റിനു പോലും ഈ സോണിക്ക് വീട് നഷ്ടമായിട്ടുണ്ടോ എന്ന് അറിയാത്ത സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ അവരോട് ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യങ്ങളാണ് അവരുടെ ഈ സോണിയുടെ പേര് ലിസ്റ്റിൽ ഇല്ല എന്ന വിചിത്രവാദം പറയുന്നു. അത് എങ്ങനെയാണ് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ കഴിയുക എന്നതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഏതായാലും ഇന്ന് പരാതി നൽകും സോണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. വാണിമേൽ പഞ്ചായത്തിൽ നേരിട്ട് പോയി പരാതി നൽകാനാണ് സോണിയുടെ തീരുമാനം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോണിക്ക് മാത്രമല്ല ഇത്തരത്തിൽ ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ. ഈ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ സർവ്വം നഷ്ടപ്പെട്ട നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പഞ്ചായത്ത്, മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ആളുകൾ അത് പരസ്യമായി പറയാൻ മടിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സോണി കൃത്യമായി തന്നെ ഇന്ന് പരാതി പഞ്ചായത്തിൽ നേരിട്ട് പോയി അറിയിക്കുകയും ചെയ്യും. ഈ പഞ്ചായത്ത് ഒരു കൗശലം കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ വാർത്ത വന്നതിനിടയിലെ ഒരു കൗശലമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവിടെ ഈ വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണ്? നികുതി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ പഞ്ചായത്തിൻ്റെ പേരോ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണോ എന്നതോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് തലക്കെട്ടിൽ ഒരു പരാമർശവുമില്ല. അത് നമ്മൾ തുറന്ന് വായിച്ച് തപ്പിപ്പോകണം. ഈ തലക്കെട്ട് കാണുന്ന ഒരു മനുഷ്യൻ ആദ്യഘട്ടത്തിൽ വിചാരിക്കുക എന്താണ്? സർക്കാർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നല്ലേ? അതായത് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ പേരിൽ പോലും സർക്കാരിനെതിരെ തിരിക്കാനുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന മാധ്യമ കാഴ്ചയും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
മനു, നമുക്കറിയാം കുറച്ചു നാളുകളായി സർക്കാർ വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വലിയ തരത്തിലുള്ള ആവേശം മറ്റ് മാധ്യമങ്ങൾ കാണിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം ഒറ്റ നോട്ടത്തിൽ ഉരുൾപൊട്ടലിൽ സർവ്വസമ്പാദ്യവും വീടും നശിച്ച വ്യക്തിക്ക് നോട്ടീസ് എന്ന് പറഞ്ഞാൽ, അതും കെട്ടിട നികുതി അടയ്ക്കാൻ നോട്ടീസ് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ സാധാരണ മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധനാക്കാൻ അത് എളുപ്പമാണ്. പക്ഷേ അത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് എന്ന് പറയുമ്പോഴാണ് അതിന്റെ വാർത്ത കൂടുതൽ വ്യക്തമാകുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പലതരത്തിലും പലയിടങ്ങളിലും ഈ വാർത്ത പ്രചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് എന്ന് തുറന്നു പറയാൻ മാധ്യമങ്ങൾ മടി കാണിക്കുന്നത് എന്നത് അത് വിമർശനത്തിന് വിധേയമാകേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും അറിയില്ല ഇത്തരത്തിൽ സോണിക്ക് വീട് നഷ്ടമായിട്ടുണ്ടോ എന്ന്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ലിസ്റ്റിൽ, അതായത് വീട് നഷ്ടപ്പെട്ട് പുനരധിവാസം ആവശ്യപ്പെട്ടിരുന്ന ആളുകളുടെ ലിസ്റ്റിൽ സോണിയുടെ പേരുണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ അതുപോലും പഞ്ചായത്ത് പ്രസിഡന്റിന് വ്യക്തതയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നു മുതൽ അവർ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇത് വിവാദമായി എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഈ പഞ്ചായത്ത്, അതായത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത്, UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഏത് നടപടികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും സമയങ്ങളിൽ എടുക്കാൻ പോകുന്നത് എന്ന് നിർണായകമാണ്. കാരണം ഒരു ദുരന്ത ബാധിതൻ നേരിട്ട് ഈ പഞ്ചായത്തിൽ പോയി ഇന്ന് പരാതി നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറും എന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു മേഘ. ഏതായാലും നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആ മനുഷ്യൻ അയാളുടെ വീടിരുന്ന സ്ഥലം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അവിടെ വീടിരുന്ന സ്ഥാനത്ത് കുറേ കൽക്കൂനകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മനുഷ്യൻ്റെ വീട് മൊത്തത്തിൽ നശിച്ചു പോയിരിക്കുന്നു ആ ദുരന്ത സമയത്ത്. അങ്ങനെ ഒരു മനുഷ്യനോടാണ് നിങ്ങൾ കെട്ടിട നികുതി അടയ്ക്കണം എന്ന് UDF ഭരിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന വാണിമേൽ പഞ്ചായത്ത് പറയുന്നത്. അതിലെ ആ പഞ്ചായത്തിൻ്റെ പേര് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്, UDF ഭരണസമിതിയുടെ പേര് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വാർത്ത നൽകുന്ന മാധ്യമങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ചോദിക്കേണ്ടി വരുന്നു ഈ മാധ്യമങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ കാണുമ്പോൾ.